കേരള സർവകലാശാല MBA ഉത്തരക്കടലാസുകൾ കാണാതായ സംഭവത്തിൽ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം ഇന്ന് ചേരുന്നുണ്ട്. സിൻഡിക്കേറ്റ് എക്സാമിനേഷൻ വിഭാഗം ഉപസമിതിയുടെ യോഗമാണ് വൈസ് ചാൻസലർ വിളിച്ചു ചേർക്കുന്നത്. പരീക്ഷാ തീയതി ഈ മാസം 7-ാം തീയതിയിൽ നിന്ന് മാറ്റുന്നതും യോഗം ചർച്ച ചെയ്യുമെന്ന് അറിയുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരം വിവരങ്ങൾ നൽകും. ഉമേഷ്, ഗുഡ് മോർണിംഗ്. പറയൂ ഉമേഷ്. ഗുഡ് മോർണിംഗ് എക്സ്ചേൻ. എന്തായാലും നിർണായകമായ യോഗമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. MBA പ്രോജക്ട് ഫിനാൻസ് 3ാം സെമസ്റ്റർ പരീക്ഷയാണ് വീണ്ടും നടത്താൻ യൂണിവേഴ്സിറ്റി നിർബന്ധമായിരിക്കുന്നത്. കാരണം 71 വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകളാണ് നഷ്ടമായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പരീക്ഷ വീണ്ടും നടത്താതെ മറ്റു വഴികളില്ല എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി വിലയിരുത്തുന്നത്. പക്ഷേ ഈ മാസം 7-ാം തീയതി പരീക്ഷ നിശ്ചയിച്ചു. ഇതിനെതിരെ വിദ്യാർത്ഥികൾ തന്നെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം ഈ കോഴ്സ് കഴിഞ്ഞ് റിസൾട്ട് വന്നില്ല എങ്കിലും പല വിദ്യാർത്ഥികളും വിദേശത്തടക്കം ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഈ പരീക്ഷ 7 ദിവസത്തിനുള്ളിൽ 7-ാം തീയതി നടക്കുന്ന ഈ പരീക്ഷയിൽ ഹാജരാകാൻ കഴിയില്ല എന്നുള്ള അറിയിപ്പ് യൂണിവേഴ്സിറ്റി അറിയിച്ചു. ഈ സാഹചര്യത്തിലാണ് അടിയന്തരമായി വൈസ് ചാൻസലർ യോഗം വിളിച്ചിരിക്കുന്നത്. വൈസ് ചാൻസലർ, രജിസ്ട്രാർ, ഒപ്പം പരീക്ഷാ കൺട്രോളർ, ഒപ്പം സിൻഡിക്കേറ്റ് ഉപസമിതി, പരീക്ഷയുടെ ചുമതലയുള്ള സിൻഡിക്കേറ്റ് ഉപസമിതി എന്നിവരാണ് ഇന്ന് രാവിലെ 10 മണിക്ക് യോഗം ചേരുന്നത്. പ്രധാനമായി ഈ വിദ്യാർത്ഥികളുടെ പരാതികൾ എങ്ങനെ പരിഹരിക്കാനാകും എന്നുള്ളത് തന്നെയാണ് ചർച്ച. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പരീക്ഷ 7-ാം തീയതി എന്നുള്ളത് കുറച്ചുകൂടി സമയം മാറ്റിവെക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. 2, ഈ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെടുത്തിയ അധ്യാപകനെതിരെ എന്ത് നടപടി സ്വീകരിക്കണം. ഈ കാര്യങ്ങളാണ് പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ.